ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക് ടു കെമിസ്ട്രി ടിപ്സ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സാനിറ്ററി കെമിസ്ട്രി സിലബസിൽ വരുന്ന 5ാമത്തെ മൊഡ്യൂളാണ് ഫൗണ്ടേഷൻ ഓഫ് ലൈഫ്. അപ്പോൾ ആദ്യത്തെ 4 മൊഡ്യൂൾസ് നമ്മൾ ഫിനിഷ് ചെയ്തു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് 5ാമത്തെ മൊഡ്യൂളാണ്. നമ്മുടെ ഡേ 9ൽ നമ്മൾ പഠിക്കുന്നത് 5ാമത്തെ മൊഡ്യൂളിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അതിൽ വാട്ടറിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. മോളിക്യൂൾസ് ഓഫ് ലൈഫ് അത് ഇന്നിവിടെ ക്വസ്റ്റ്യൻസ് പറയുന്നുണ്ട്. കൊളോയിഡ്സ് പറയുന്നുണ്ട്. പിന്നെ ബയോഫിസിക്കൽ കെമിസ്ട്രിയിൽ വരുന്നത് തെർമോഡൈനാമിക്സ് ആണ്. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത പോർഷനാണ്. പിന്നെ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ളത് സെൽ ബയോളജിയാണ്. പ്രധാനമായും മോളിക്യൂൾസ് ഓഫ് ലൈഫ്, കൊളോയിഡ്സ്, സെൽ ബയോളജി ഈ 3 ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, carbohydrate is stored in the body as dash. Options: glycogen, sugar, starch, sucrose. നിങ്ങൾക്കറിയാം കറക്റ്റ് ആൻസർ ഏതാണ്? ഗ്ലൈക്കോജൻ ആണ്. ഈ കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് സിംപ്ലർ യൂണിറ്റ്സ് ഓഫ് ഷുഗർ ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യും. അതിൻ്റെ ഫലമായിട്ട് നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് അത് അബ്സോർബ് ചെയ്ത ശേഷം നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള എനർജിയൊക്കെ പ്രൊവൈഡ് ചെയ്യും കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ എന്താ സംഭവിക്കുന്നത്? കാർബോഹൈഡ്രേറ്റ് ബ്രോക്കൺ ഡൗൺ ഇൻ ടു സിംപ്ലർ യൂണിറ്റ്സ് ഓഫ് ഷുഗർ കേട്ടോ. അങ്ങനെയാണ് നമുക്ക് വേണ്ട എനർജിയൊക്കെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നത്. ഇറ്റ് ഈസ് സ്റ്റോർഡ് ഇൻ ദ ബോഡി ആസ് ഗ്ലൈക്കോജൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പലതവണ ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ന്യൂട്രൽ അമിനോ ആസിഡ്? ന്യൂട്രൽ അമിനോ ആസിഡ് താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ്? ഗ്ലൈസിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, ലൈസിൻ, ഹിസ്റ്റഡിൻ. ഇത്രയാണ് നമ്മുടെ ഓപ്ഷനിൽ തന്നിരിക്കുന്നത് കേട്ടോ. ഗ്ലൈസിൻ ആണ് കറക്റ്റ് ആൻസർ വരുന്നത്. ന്യൂട്രൽ അമിനോ ആസിഡ് ഏതാണ്? ഗ്ലൈസിൻ ആണ്. ഇതിനെ നമുക്ക് കുറേ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം ഈ ഒരു ഗ്ലൈസിനിൽ നിന്ന്. അതായത് ഗ്ലൈസിൻ എന്ന് പറയുന്നത് ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. ഹൈഡ്രോഫിലിക് ഇൻ നേച്ചർ ആണ്. ഇറ്റ് ഹാസ് എ സിംഗിൾ ഹൈഡ്രജൻ ആറ്റം ഇൻ ഇറ്റ്സ് സൈഡ് ചെയിൻ. സൈഡ് ചെയിനിൽ സിംഗിൾ ഹൈഡ്രജൻ ആറ്റം ആണുള്ളത്. മോളിക്കുലാർ ഫോർമുല ഫോർ ഗ്ലൈസിൻ ഈസ് C2H5NO2. അതായത് NH2 CH2 COOH. ഇങ്ങനെയാണ് ഗ്ലൈസിൻ്റെ ഫോർമുല വരുന്നത്. ഒരു നൈട്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്, പിന്നെ 2 2 4 1 5 ഹൈഡ്രജൻ ഉണ്ട്, 2 കാർബൺ ഉണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്. നോ ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാർബൺ 4 ഡിഫറെൻ്റ് ആയിട്ടുള്ള ഗ്രൂപ്പുമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുകയാണെങ്കിലാണ് ഒപ്റ്റിക്കലി ആക്റ്റീവ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ 2 ഹൈഡ്രജനാണ് വരുന്നത്. അതുകൊണ്ട് ഫോർ ഡിഫറെൻറ്റ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല. സോ ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആണ്, അല്ലെങ്കിൽ കൈറാൽ കാർബൺ പ്രസൻ്റ് അല്ല, അല്ലെങ്കിൽ എന്ത് പറയാം? എക്കൈറാൽ എന്ന് പറയാം. അതാണ് ഗ്ലൈസിൻ്റെ പ്രത്യേകത. പല രീതിയിലും ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട് ഒപ്റ്റിക്കലി ഇനാക്റ്റീവ് ആയിട്ടുള്ള അമിനോ ആസിഡ് ഏതാണെന്ന്. 1820 ജലാറ്റിനിൽ നിന്നാണ് ഗ്ലൈസിനെ ആദ്യമായിട്ട് എക്സ്ട്രാക്ട് ചെയ്യുന്നത് കേട്ടോ. അതും കൂടിയും ഒന്ന് നോട്ട് ചെയ്തോളൂ. എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഗ്ലൈസിനെ റിലേറ്റ് ചെയ്തിട്ട്. Next question, which of the following is the most abundant protein present in human body? Options: collagen, elastin, keratin, fibronectin. നമുക്കറിയാം, ഈസി ആയിട്ട് പറയാൻ പറ്റും. കൊളാജൻ ആണ് മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ടുള്ള പ്രോട്ടീൻ എന്ന്. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ കാണുന്ന ഒന്നാണ്. സാധാരണയായി സ്കിൻ, ബോൺസ്, മസിൽസ്, ടെൻഡൻസിലൊക്കെയാണ് കാണുന്നത്. കണക്റ്റീവ് ടിഷ്യൂവിലും ധാരാളമായി കാണുന്ന ഒന്നാണ് കൊളാജൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. അതുപോലെ തന്നെ ചില ഫുഡ് ഐറ്റത്തിലും ഈ കൊളാജൻ ധാരാളമായിട്ടുണ്ട്. അതിൽ വരുന്നതാണ് ചിക്കൻ, ഫിഷ്, എഗ് വൈറ്റ്, സിട്രസ് ഫുഡ്സ് ഒക്കെ. പിന്നെ കൊളാജൻ്റെ പ്രത്യേകത സാധാരണയായിട്ട് ബോൺസ്, മസിൽസ്, ടെൻഡൻസിലാണ് കാണുന്നത്. സ്കിൻ, സ്കാപ്പ്, നെയിൽസിലൊക്കെ കാണുന്നത് കെരാറ്റിൻ ആണ് കേട്ടോ. ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഓർത്ത് വയ്ക്കുക, മോസ്റ്റ് അബണ്ടൻ്റ് പ്രോട്ടീൻ ആണ് കൊളാജൻ. എവിടെയൊക്കെ കാണുന്നു? കണക്റ്റീവ് ടിഷ്യൂവിൽ കാണുന്നത് ഏതാണ്? അതുപോലെ ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ് പറഞ്ഞത്? നോർമലി കൊളാജൻ ബോൺസിലും മസിൽസിലും ടെൻഡൻസിലുമാണ് ഉള്ളത്. സ്കിന്ന്, സ്കാപ്പ്, നെയിൽസിൽ ഏതാണ്? കെരാറ്റിൻ ആണ്. ഓക്കെ, our next question, in DNA thymine always pairs with dash. Options: adenine, cytosine, guanine, thymine. അപ്പോൾ ഓപ്ഷൻ ഇതിൽ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. തൈമിൻ അല്ല, തൈമിൻ ആണെങ്കിൽ ഇവിടെ ഓപ്ഷനിൽ ഇവിടെ അഡിനിൻ ആയിരിക്കും. അഡിനിനാണ്. ക്വസ്റ്റ്യൻ മിസ്റ്റേക്ക് വന്നതാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. അപ്പോൾ അഡിനിൻ ഓൾവേസ് പെയർസ് വിത്ത് ഡാഷ്. ഏതായിരിക്കും? അഡിനിൻ തൈമിനുമായിട്ടാണ് പെയർ ചെയ്യുന്നത്. അഡിനിൻ തൈമിനാണ്
പെയർ ചെയ്യുന്നത്. അപ്പോൾ 4 നൈട്രജൻ ബേസസ് ആണ് DNA-യിലുള്ളത്. അഡിനിൻ, ഗ്വാനിൻ, തൈമിൻ, സൈറ്റോസിൻ, അങ്ങനെ 4 എണ്ണമാണുള്ളത്. അല്ല, അഡിനിനും തൈമിനും തമ്മിലാണ് പെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ ഗ്വാനിനും സൈറ്റോസിനും ഇവർ രണ്ടുപേരും തമ്മിലാണ് പെയറിങ് നടക്കുന്നത്. അതുപോലെ ഇവർ രണ്ടുപേരും തമ്മിലാണ് പെയറിങ് നടക്കുന്നത് കേട്ടോ. അഡിനിൻ പെയേഴ്സ് വിത്ത് തൈമിൻ, ഗ്വാനിൻ പെയേഴ്സ് വിത്ത് സൈറ്റോസിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് നൈട്രജൻ ബേസ് ഈസ് നോട്ട് ഫൗണ്ട് ഇൻ DNA? DNA-യിൽ കാണാത്ത നൈട്രജൻ ബേസ് ഏതാണ്? ഓപ്ഷൻസ് തൈമിൻ, യുറാസിൽ, ഗ്വാനിൻ, സൈറ്റോസിൻ. അപ്പോൾ DNA-യിൽ കാണാത്തത് ഏതാണ് എന്ന് പറയുമ്പോൾ RNA-യിൽ പ്രസൻ്റ് ആണെന്ന് കൂടി ഓർക്കുക. യുറാസിലാണ് ആൻസർ വരുന്നത്. യുറാസിൽ ഒന്ന് ഓർത്ത് വയ്ക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞുതരാം. യുറാസിൽ ഒരു 6 പ്രസൻ്റ് ആണല്ലോ, അത് RNA-യിലുള്ളത് കൊണ്ടാണ് 6. അങ്ങനെ ഓർത്താൽ മതി. ജീവിതകാലത്ത് ഒരിക്കലും അത് മറക്കില്ല. ഈ DNA-യുടെ ഫുൾ ഫോം എന്താണ്? ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, അതാണ് DNA എന്ന് പറയുന്നത്. ഈ ന്യൂക്ലിയോടൈഡ്സിനൊക്കെ നമുക്ക് 3 കമ്പോണൻ്റ് ആയിട്ട് പറയാൻ പറ്റും. പെൻഡോസ് ഷുഗർ, നൈട്രോജീനസ് ബേസ്, ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. അതിൽ നൈട്രോജീനസ് ബേസിൽ വരുന്നതാണ് പ്യൂരിനും പിരമിഡിനും ഒക്കെ. ഓക്കെ, പ്യൂരിൻസിൽ വരുന്നതാണ് നമ്മുടെ അഡിനിനും ഗ്വാനിനും. പിരമിഡിനിലാണ് സൈറ്റോസിൻ, തൈമിൻ ആൻഡ് യുറാസിലൊക്കെ വരുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡാണ് DNA എന്നറിയാം. ന്യൂക്ലിയോടൈഡ് ആണെങ്കിൽ 3 ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ് ന്യൂക്ലിയോടൈഡിൽ 3 എണ്ണം? പെൻഡോസ് ഷുഗർ, നൈട്രോജീനസ് ബേസ്, പിന്നെ വരുന്നതാണ് ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ നൈട്രോജീനസ് ബേസിനെ വീണ്ടും നമ്മൾ 2 ആയിട്ട് പറയുന്നുണ്ട്, പ്യൂരിനും അതുപോലെ തന്നെ പിരമിഡിനും. മനസ്സിലായോ? പിരമിഡിനും പ്യൂരിനും. ഈ പ്യൂരിനിലാണ് വരുന്നത് അഡിനിനും ഗ്വാനിനും. ഇതിൽ വരുന്നത് ഏതൊക്കെയാണ്? സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ. അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് പഠിക്കാം. അത്രയും ഡീറ്റെയിൽ ആയിട്ട് പോയില്ലെങ്കിലും ഇത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. യുറാസിൽ എന്ന് പറയുന്നത് എവിടെയാണ് പ്രസൻ്റ് ആയിട്ടുള്ളത്? RNA-യിലാണ് കേട്ടോ. സർഫസ് ടെൻഷൻ ഓഫ് ലിയോഫിലിക് സോൾസ് ആർ ഡാഷ്. ഓപ്ഷൻസ് ലെസ് ദാൻ വാട്ടർ, ഗ്രേറ്റർ ദാൻ വാട്ടർ, ഈക്വൽസ് ടു വാട്ടർ, നൺ ഓഫ് ദീസ്. ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇതിലേതായിരിക്കും നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരുന്നത്. ലെസ് ദാൻ വാട്ടർ ആണ് കേട്ടോ. സർഫസ് ടെൻഷൻ ഓഫ് ലിയോഫിലിക് സോൾസ് എന്ന് പറയുന്നത് ലെസ് ദാൻ വാട്ടർ ആണ്. അപ്പോൾ കൂടുതലായിട്ട് അറിയണമെങ്കിൽ കൊളോയിഡ്സിനെ കുറിച്ച് അറിയണം, ലിയോഫിലിക് സോൾസിനെ കുറിച്ചൊക്കെ അറിയണം. അപ്പോൾ എന്താണ് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ? ഇറ്റ് ഈസ് എ ഹെട്രോജീനിയസ് മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ്. കഞ്ഞിവെള്ളം നമുക്ക് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കൊളോയിഡ് എന്ന് പറഞ്ഞാൽ സോളിഡും അല്ല ലിക്വിഡും അല്ല. അപ്പോൾ കഞ്ഞിവെള്ളം മനസ്സിലുണ്ടായാൽ മതി. നല്ല കട്ടിയുള്ള നല്ല കൊഴുപ്പുള്ള കഞ്ഞിവെള്ളം. ഇറ്റ് ഈസ് എ കൊളോയിഡ്. അപ്പം ഹെട്രോജീനിയസ് മിക്സ്ചർ ഓഫ് സബ്സ്റ്റൻസ് ആണ്. അവിടെ ഒന്ന് കൂടുതൽ സബ്സ്റ്റൻസിൻ്റെ മിക്സ്ചർ, അതാണ് ഹെട്രോജീനിയസ് എന്ന് പറഞ്ഞാൽ. വെരി ഫൈൻ പാർട്ടിക്കിൾസ് ആയിരിക്കും. ഡിസ്പേഴ്സ്ഡ് ഇൻ എ ഡിസ്പേർഷൻ മീഡിയം. 3 രീതിയിൽ നമുക്ക് കൊളോയിഡ്സിനെ പറയാം. അതായത് കുറേ ടൈപ്പ് ക്ലാസിഫിക്കേഷൻ ഉണ്ട്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് സോള്, ജെല്ല്, എമൽഷൻ. സോൾ എന്ന് പറഞ്ഞാൽ സോളിഡ് ഇൻ ലിക്വിഡ്. അപ്പോൾ സോളിഡും ലിക്വിഡും ആ കേട്ടാൽ തന്നെ അറിയാം അവിടെ സോൾ എന്ന് വായിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ നമുക്ക്. സോളിഡ് ഇൻ ലിക്വിഡ്. ജെൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ് ഇൻ സോളിഡ്, അതിൻ്റെ നേരെ തിരിച്ചാണ് ജെൽ എന്ന് പറയുന്നത്. ലിക്വിഡ് ഇൻ സോളിഡ് ആണ്. പിന്നെ എമൽഷൻ, അത് വളരെ സിമ്പിളായിട്ട് ഓർത്ത് വയ്ക്കാവുന്നേ ഉള്ളൂ. ലിക്വിഡ് എമൽഷൻ, ലിക്വിഡ് എമൽഷൻ. സോളിഡ് ഇൻ ലിക്വിഡ് സോള്, ലിക്വിഡ് ഇൻ സോളിഡ് എന്ന് പറയുന്നത് ജെല്ല്. ഇപ്പോൾ ഓരോന്നിനും എക്സാമ്പിൾസൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇവയുടെ ഇൻട്രാക്ഷനെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഡിസ്പേർഷൻ മീഡിയം ഉണ്ട്, ഡിസ്പേഴ്സ്ഡ് ഫേസ് ഉണ്ട്. അപ്പോൾ ഈ സോൾസിനൊക്കെ നമ്മൾ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ലിയോഫിലിക് കൊളോയിഡ്സ് എന്നും ലിയോഫോബിക് കൊളോയിഡ്സ് എന്നും. അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട്. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറഞ്ഞുതരാം. ലിയോഫിലിക് എന്ന് പറഞ്ഞാൽ റിവേഴ്സിബിൾ സോളാണ്. ലിയോഫോബിക് കൊളോയിഡ് എന്ന് പറഞ്ഞാൽ ഇറിവേഴ്സിബിൾ ആണ്. ലിയോഫോബിക് എന്ന് പറയുന്നത് ഫോബിക് ആണ് അല്ലേ. ഫോബിക് റിവേഴ്സിബിൾ ആണ്, ഫിലിക് ആണെങ്കിൽ റിവേഴ്സിബിൾ ആണ്. അതെപ്പോഴും ചോദിക്കാറുണ്ട് കേട്ടോ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. Our next question, oil and water can form a stable dispersion with the help of a third substance commonly called dash. Options emulsifier, dispersant, protective colloid, none of these.
അപ്പം ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ ഓയിലും വാട്ടറും നമ്മൾ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കിടക്കും. അവർ തമ്മിൽ ഒരു സ്റ്റേബിൾ ആണെങ്കിൽ മിക്സ് ആവണമെങ്കിൽ ഒരു തേർഡ് സബ്സ്റ്റൻസ് വേണം. അതാരാണ് ക്വസ്റ്റ്യൻ, ആരാണ്? എമൽസിഫയർ ആണ്. ഓയിലും വാട്ടറും അത് മിക്സ് ആവണമെങ്കിൽ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഡിസ്പെർഷൻ ഫോം ചെയ്യണമെങ്കിൽ അവിടെ ഒരു എമൽസിഫയർ ആവശ്യമാണ്. ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് എമൽസിഫിക്കേഷൻ എന്ന് പറയുന്നത്. ടു സ്റ്റെബിലൈസ് ദിസ് എമൽഷൻ ആൻ എമൽസിഫയർ ഈസ് ആഡഡ്. സോപ്സ്, ഡിറ്റർജൻസും ഒക്കെ നമ്മുടെ എമൽസിഫയറിന് എക്സാമ്പിളായിട്ട് പറയാം. ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തോളൂ കേട്ടോ. സോപ്സും ഡിറ്റർജൻസും ഒക്കെ എന്തിന് എക്സാമ്പിളാണ്? നമ്മുടെ എമൽസിഫയേഴ്സിന് എക്സാമ്പിളാണ്. Next question, lysosome is formed from which of the following cell organelle? Options: nucleus, endoplasmic reticulum, Golgi bodies, ribosome. Correct answer വരുന്നത് Golgi bodies ആണ്. ലൈസോസോം ഫോംഡ് ഫ്രം വിച്ച് സെൽ ഓർഗനലിൽ നിന്നാണ്? ഏത് സെൽ ഓർഗനലിൽ നിന്നാണ് ഫോം ചെയ്യുന്നത്? ഗോൾഗി ബോഡീസ് എന്നാണ്. അപ്പോൾ ഇതിനൊക്കെ ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇപ്പോൾ ലൈസോസോമിൻ്റെ പ്രത്യേകത ഇറ്റ് കീപ്സ് ദ സെൽ ക്ലീൻ ബൈ ഡൈജസ്റ്റിംഗ് എനി ഫോറിൻ മെറ്റീരിയൽ. ക്ലീൻ ആയിട്ട് വെക്കുന്നതാണ്. പിന്നെ ഈ ലൈസോസോമിനെ വിളിക്കുന്ന വേറൊരു പേരാണ് സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ എന്ന്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ. വിച്ച് സെൽ ഓർഗനൽ ഈസ് ദ പവർ ഹൗസ് ഓഫ് ദ സെൽ? ഇത് നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയാണ്. ഓപ്ഷൻസ്: മൈറ്റോകോൺട്രിയ, റൈബോസോം, ലൈസോസോം, എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. പവർ ഹൗസ് ഓഫ് ദ സെൽ എന്ന് പറയുന്നത് ഏതാണ്? മൈറ്റോകോൺട്രിയ ആണ്. വളരെ ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇവിടെ റൈബോസോം വരുന്നുണ്ട്. നമുക്ക് നോക്കാം അവ ഓരോന്ന് എന്താ നോക്കാം. റൈബോസോം എന്ന് പറയുന്നത് അറ്റാച്ച്ഡ് ടു ദ സർഫസ് ഓഫ് ദ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം. അതായത് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം രണ്ട് ടൈപ്പിലുണ്ട്, സ്മൂത്തും ഉണ്ട് റഫും ഉണ്ട്. ഇതൊരു ലാർജ് നെറ്റ്വർക്ക് ഓഫ് മെംബ്രെയിൻ ബൗണ്ട് ട്യൂബ് ആൻഡ് ഷീറ്റ് ആണ് ഇതിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇതിൽ റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലം അല്ലെങ്കിൽ RER, റഫ് എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിൽ അതിൻ്റെ സർഫസിൽ അറ്റാച്ച് ചെയ്തിരിക്കുന്ന ആളാണ് റൈബോസോം എന്ന് പറയുന്നത്. റൈബോസോംസ് ആർ ദ സൈറ്റ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പ്രോട്ടീൻ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇറ്റ് ഈസ് ദ സൈറ്റ് ഫോർ ദ മാനുഫാക്ചർ ഓഫ് പ്രോട്ടീൻ. ഓക്കെ. പിന്നെ ലൈസോസോമിൻ്റെ പ്രത്യേകത ഇറ്റ് കീപ്സ് ദ സെൽ ക്ലീൻ ബൈ ഡൈജസ്റ്റിംഗ് എനി ഫോറിൻ മെറ്റീരിയൽ ആൻഡ് വേൺ ഔട്ട് സെൽ ഓർഗനൈൽ. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് സൂയിസൈഡ് ബാഗ് ഓഫ് ദ സെൽ. അപ്പോൾ എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. റൈബോസോമിന് അതിൻ്റേതായ ഇമ്പോർട്ടൻസ് ഉള്ള പോലെ തന്നെ എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിനും ലൈസോസോമിനും ഒക്കെ വളരെയധികം പ്രാധാന്യമുണ്ട്. അത് മനസ്സിലാക്കി തന്നെ പഠിക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഓർഗനൽ ആർ നോൺ ആസ് ദ സെൽ പോസ്റ്റ് ഓഫീസ്? ഓപ്ഷൻസ്: ന്യൂക്ലിയസ്, ഗോൾഗി അപ്പാരറ്റസ്, റൈബോസോം, പ്ലാസ്റ്റിഡ്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാ വരുന്നത്? ഗോൾഗി അപ്പാരറ്റസ് ആണ് കേട്ടോ. ഗോൾഗി അപ്പാരറ്റസ് ആണ് സെൽസ് പോസ്റ്റ് ഓഫീസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മാത്രമല്ല ഈ ഗോൾഗി അപ്പാരറ്റസ് പ്രസൻ്റ് ആയി കാണുന്നത് നമ്മുടെ യൂക്കാരിയോട്ടിക് സെൽസിലാണ്. അതായത് ആനിമൽസിലും പ്ലാന്റ് സെൽസിലൊക്കെ കാണും. യൂക്കാരിയോട്ടിക് സെൽസിലൊക്കെ ഗോൾഗി അപ്പാരറ്റസ് പ്രസൻ്റ് ആണ്. അതൊക്കെ ഓർത്ത് വയ്ക്കുക. പിന്നീട് ഒരുപാട് കാര്യങ്ങൾ അതിൽ വരുന്നുണ്ട്. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. വളരെ നന്നായി തന്നെ എല്ലാവരും പഠിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ കമൻറ്റ് രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു.